ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചാമയരി അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ് വെച്ചിട്ടാണ് ഈ പുട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ചാമയരി വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചാണ് ഈ പുട്ട് തയ്യാറാക്കി എടുത്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ചാമയരി എടുത്തിട്ടുണ്ട്. ചാമയരി കഴുകി ക്ലീൻ ചെയ്ത ശേഷം ഇതുപോലെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കണം. 8 മണിക്കൂറെങ്കിലും ഇതുപോലെ വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം. ഞാനിവിടെ തലേദിവസം രാത്രിയിലാണ് ഇതുപോലെ കുതിർക്കാനായിട്ട് വെച്ചത്. ചാമയരി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുത്തിട്ട് വെള്ളം പോവാനായിട്ട് വെക്കാം. ഇതുപോലെ ഒരു അരിപ്പയിൽ വെള്ളം പോവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ അതിൽ വെള്ളമൊക്കെ ഒരുവിധം നന്നായിട്ട് പോയി കിട്ടും. ഇപ്പോൾ നമ്മളിത് വെള്ളം പോകാൻ വെച്ചിട്ട് അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. വെള്ളം പോയിട്ടുണ്ട്, എന്നാലും ഇതിൽ ചെറിയൊരു നനവൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ നമ്മൾ വെള്ളം കളഞ്ഞു വെച്ച ചാമയരി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഈ ചാമയരിയിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് പോണം. അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഏകദേശം 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇതിലെ വെള്ളമെല്ലാം പോയിട്ട് ചാമയരി ഒന്ന് ചൂടായി കിട്ടും. ഇപ്പോൾ നമ്മളിത് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചാമയരിയിലെ വെള്ളമെല്ലാം പോയിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കാം. ചാമയരി ചൂടാറി വന്നപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാടങ്ങ് ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. പുട്ടിൻ്റെ പൊടിക്ക് എപ്പോഴും ഒരു തരി ഉണ്ടാവും. അപ്പം അങ്ങനെ ആ തരിയോട് കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ആ ചാമയരി 2 തവണയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടി ഒരുപാട് ഫൈനായിട്ടല്ല, ഇതുപോലെ തരിയോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ പൊടി വെച്ചിട്ട് നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം. പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത പൊടിയിൽ നിന്ന് 1/2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പുട്ടിന് നനയ്ക്കുന്നത് പോലെ നനച്ചെടുക്കണം. ഈ പൊടി നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് 3 മുതൽ 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് വേണ്ടി വരിക. അപ്പം നിങ്ങൾ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് നനച്ചെടുക്കുക. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൊടി നന്നായിട്ട് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്നത് പോലെ പുട്ട് തയ്യാറാക്കിയെടുക്കാം. ഇനി പുട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ 1/2 കപ്പ് ചാമയരിയുടെ പൊടി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതുപോലെ ഒരു പുട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. മില്ലറ്റ്സ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതാണ്. ധാരാളം ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇനി ഇത് ഇതുപോലെ ഒരു കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഈ പാത്രത്തിൻ്റെ മുകളിലുള്ള ഹോൾസ് ഉണ്ടല്ലോ, അതിൽ നിന്നെല്ലാം നന്നായിട്ട് ആവി വരാനായിട്ട് തുടങ്ങും. അങ്ങനെ ആവി വന്ന് തുടങ്ങിയ ശേഷം ഒരു 6-7 മിനിറ്റ് കൂടെ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മില്ലറ്റ്സ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചാമയരി വറുത്ത് പൊടിച്ചിട്ട് പുട്ടൊക്കെ തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്